ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സഹോദരന്മാരെ, പ്രിയ കൂട്ടുകാരെ, ഈ പുസ്തകം ഉണ്ടാകാനായിട്ട് എഴുതാനായിട്ട് തോമസിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിത അനുഭവങ്ങളായിരുന്നു. തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും. ഈ തിക്താനുഭവങ്ങളെല്ലാം തോമസ് എന്ത് ചെയ്തു? അതിനെ മാറ്റി, അതിനെല്ലാം പോസിറ്റീവാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത. നമ്മൾക്ക് വിശ്വസാഹിത്യത്തിൽ പല പുസ്തകങ്ങളും നമ്മൾ അതിനെപ്പറ്റി വായിക്കുകയും, അച്ഛൻ പറഞ്ഞതുപോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ ഉണ്ട്. നമുക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങളെ നന്മയാക്കി മാറ്റുക. ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചത് ഫാദർ ടോം ഉഴുന്നാലിയുടെ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന പുസ്തകമാണ്. അദ്ദേഹം 557 ദിവസം ടെററിസ്റ്റിൻ്റെ കയ്യിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, എന്തുകൊണ്ടാണ് നല്ല ധൈര്യത്തോടു കൂടെ യാതൊരു നിരാശയോ പ്രയാസങ്ങളോ ഇല്ലാതെ അതിനെ അതിജീവിച്ചത് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന പുസ്തകം. അപ്പോൾ ഒരു സങ്കടകാലത്തെ നന്മയാക്കി മാറ്റുക. ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ നിന്നോട്ടോ ജോലി സ്ഥലത്തോ യാത്രകളിലൊക്കെ ഉണ്ടാകുന്ന അനേകം കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അങ്ങനെ അത് മോട്ടിവേഷണൽ സമീപനം എന്ന് വേണേൽ പറയാം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. എൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരുപാട് ആളുകൾക്ക് സ്പിരിച്വൽ ഷെയറിങ്, കൗൺസിലിംഗ്, പ്രയർ, ഫാമിലി പ്രയർ, ഡെലിവറൻസ് പ്രയർ, അങ്ങനെ പലതും ചെയ്യുന്ന കൂട്ടത്തിൽ പലതരം ആളുകളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. പലർക്കും ഇന്ന് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ കൊടുക്കുക. നമുക്ക് നമ്മുടെ മതം, നമ്മുടെ ബൈബിള്, നമ്മുടെ ലിറ്ററേച്ചർ ഒക്കെ കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ മോട്ടിവേഷൻ. മനുഷ്യനൊന്ന് നന്നാക്കുക, മനുഷ്യനൊന്ന് മോചിപ്പിക്കുക, അവൻ്റെ സങ്കടങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുക. അതിന് ഈ പുസ്തകം വളരെ സഹായിക്കും എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലായത്. ഞാനൊരു പുസ്തകം വായിച്ചു, അതിന് ഒത്തിരി സ്പർശിച്ചൊരു പുസ്തകമാണ്. അതൊരു മോട്ടിവേഷണൽ ബുക്ക് തന്നെയാണ്. അതൊരു ആഫ്രിക്കക്കാരി എഴുതിയതാണ്. ഇമാക്വലി ലബഗീറ്റ്സ എന്ന് പറയുന്ന ഒരു യുവതി, ഇപ്പോൾ കുറച്ച് പ്രായമായി, 50 വയസ്സായി കാണും. അത് എഴുതുന്ന കാലത്ത് ഒരു യുവതിയായിരുന്നു. അവരുടെ രാജ്യത്തിൽ റുവാണ്ടയിൽ ഉണ്ടായിരുന്ന സംഭവമാണത്. 2 ട്രൈബ്സ് തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നു. 3 മാസത്തിനുള്ളിൽ 10 ലക്ഷം പേരെ കൊന്ന ഒരു രാജ്യമാണ് റുവാണ്ട. അതിൽ ഇവളുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും അവർ വെട്ടിക്കൊന്നു. ഇവൾ ഓടി രക്ഷാർത്ഥം ഒരു അച്ഛൻ്റെ കുളിമുറിയിലാണ് ഇവൾ രക്ഷപ്പെട്ടത്. ആ കുളിമുറിയിൽ വേറെ 6 സ്ത്രീകൾ കൂടി രക്ഷപ്പെടാൻ വന്നിട്ടുണ്ടായിരുന്നു. 4 അടി 3 അടി വീതി നീളമുള്ള ഒരു മുറി, ഒരു കുളിമുറി, അതിലാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇവർക്ക് നിൽക്കാനേ പറ്റുള്ളൂ, ഇരിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഇവൾ കൊന്തയായിരുന്നു അവളെ രക്ഷിച്ചത്. പിന്നെ അവൾ പഠിച്ച വേദോപദേശത്തിലെ കാര്യങ്ങൾ, അവൾ ബൈബിളിൽ നിന്ന് കാണാപ്പാഠം പഠിച്ച വാചകങ്ങളൊക്കെ ഉരുവിട്ട് കൊന്ത ചൊല്ലി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാണ് 91 ദിവസമാണ് അവൾ ആ കുളിമുറിയിൽ ചെലവഴിച്ചത്. അപ്പോഴേക്കും പിന്നെ ഫ്രഞ്ച് പട്ടാളക്കാർ വന്ന് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി. പിന്നെ അവൾ രക്ഷപ്പെട്ട് അമേരിക്കയിലെത്തി. അപ്പോൾ അമേരിക്കയിൽ ഞാൻ കാനഡയിൽ കുറച്ച് വർക്ക് ചെയ്തപ്പോൾ അവിടെ കണ്ടൊരു കാര്യം, ഇവൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ 2000-3000 കുട്ടികളെ മുമ്പിൽ കൊന്ത കൈപ്പിടിച്ച് ഇവൾ പ്രസംഗിച്ചത് കണ്ടപ്പോഴാണ് എനിക്കൊരു താല്പര്യം തോന്നിയത്, എന്താണ് ഇവളുടെ ബാക്ക്ഗ്രൗണ്ടെന്ന്. അപ്പോൾ അവൾ ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അത് മതപരമായ അനുഭവത്തിലൂടെയാണ് അവളിത് കൊടുത്തത്. അതിൻ്റെ വെളിച്ചത്തിനാണ് അവൾ മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കേരളത്തിൽ നമുക്ക് കിട്ടും. ലെഫ്റ്റ് ടു ടെൽ എന്നാണ്. അവളെ ആ കുടുംബത്തിൽ അവളെ മാത്രം, അല്ലെങ്കിൽ ആ വില്ലേജിൽ അവൾ മാത്രം രക്ഷപ്പെട്ടത് ഈ ചരിത്രം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണെന്ന രീതിയിലാണ്. അത് വളരെ മനോഹരമായ മോട്ടിവേഷണൽ ബുക്കാണ്. അത് വായിച്ചിട്ട് അനേകം പേർക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ബൈബിളാണ് ഏറ്റവും വലിയ മോട്ടിവേഷണൽ ബുക്ക്. അതിൽ ഓരോ അധ്യായവും ഓരോ വാചകവും വളരെ അർത്ഥവത്താണ്. നിങ്ങൾ ഏശയ്യായുടെ പുസ്തകമോ ജെറേമിയയുടെ പുസ്തകമോ അല്ലെങ്കിൽ ഹബക്കൂക്കിൻ്റെ ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ. അത് മുഴുവനും മോട്ടിവേഷനാണ്. തോമസ് മൈലാഡൂരിൻ്റെ ഈ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മറ്റ് അനേകം പുസ്തകങ്ങൾ, ഇപ്പോൾ ജോഷി അച്ഛൻ പറഞ്ഞ ആ പുസ്തകങ്ങളൊക്കെ അതിമനോഹരമാണ്. അതൊക്കെ വായിക്കാനുള്ള പ്രേരണ ഈ ഒരു പുസ്തകം സൃഷ്ടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഈ പുസ്തകത്തിൽ ഞാൻ കാണുന്ന കാര്യം വളരെ ഈസിലി റീഡബിളാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വായിക്കാം. 1 മണിക്കൂർ സമയം വേണമെങ്കിൽ ആ പുസ്തകം നമുക്ക് വായിച്ചു തീർക്കാം. പക്ഷേ ആ 1 മണിക്കൂർ വായിച്ചിട്ട് അത് ഉണ്ടാക്കുന്ന അലകൾ നിങ്ങളുടെ ജീവിതത്തെ മൊത്തം സ്വാധീനിക്കാം. മറ്റ് പുസ്തകങ്ങൾ വായിക്കാനുള്ള പ്രേരണ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട്
ഇന്ന് വായനാശീലം കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തോമസ് മൈലാടൂരിനെ പോലുള്ള ആളുകൾ പുസ്തകം എഴുതി അതിങ്ങനെ പബ്ലിഷ് ചെയ്ത് ജനങ്ങളെ അറിയിച്ച് പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ട്. അതുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി ഈ പുസ്തകം ഇവിടെ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ.